നമസ്തേ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഭരണകക്ഷി നേതാക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടി നടക്കുന്ന ആസൂത്രിത അട്ടിമറികൾക്കെതിരെ നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി യുവമോർച്ച. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച് PSCയെ പാർട്ടി താൽപര്യങ്ങൾക്കനുസരിച്ച് വീതം വെക്കുന്ന കേന്ദ്രമാക്കി മാറ്റിയ ഉദ്യോഗസ്ഥ ഭരണകൂട അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ V. മനുപ്രസാദ് വാർത്താസമ്മേളനത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഒരേ ഓപ്ഷൻ മാത്രം ഉത്തരമായി വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ ക്രമീകരിച്ചതും ഫിഷറീസ് പരീക്ഷയിലെ SFIക്കാരുടെ കൂട്ട നിയമനവും PSCയിൽ നടക്കുന്ന കൊള്ളയുടെ വ്യക്തമായ തെളിവുകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണമായ വീഡിയോ കാണാം. നമ്മുടെ ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയം, കേരളത്തിലെ PSC എന്ന് പറയുന്നത് യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടൊരു സ്ഥാപനമായി മാറി എന്നുള്ള നിലപാട്, അതിൻ്റെ ഓരോ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നത്. ശ്രീ മനുപ്രസാദിനെ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. യുവമോർച്ചയുടെ മീഡിയ കൺവീനർ നന്ദു, അതോടൊപ്പം സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണു ആണ് ഇന്നോടൊപ്പം പത്രസമ്മേളനത്തിലുള്ളത്. മറ്റു മാധ്യമപ്രവർത്തകർ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളം വളരെ ഗൗരവതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ, സംവാദങ്ങളൊക്കെ നടത്താറുണ്ട്. PSC എന്ന് പറയുന്നത് അങ്ങനെ കേവലം ഒരു ചർച്ചയിലോ സംവാദത്തിലോ മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമല്ല. കാരണം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ യാത്രകൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണപോലെ മുളച്ചുപൊന്തി നിൽക്കുന്ന PSC പരിശീലന കേന്ദ്രങ്ങളാണ്. അതായത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവതീയുവാക്കൾക്ക് കേരളത്തിൽ തൊഴിൽ ചെയ്യണമെങ്കിൽ അവർ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരേ ഒരു സംരംഭം അത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അവർ പ്രതീക്ഷയോടുകൂടി കണ്ട് എങ്ങനെയെങ്കിലും പഠിക്കുക മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുവതീയുവാക്കൾ അവരുടെ സാമൂഹിക ജീവിതവും പൊതുജീവിതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് PSC എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിൽ അതുവഴി തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളുടെ ഭാഗമാകുന്നത്. ഇതിന്റെ ഭാഗമായി വിവാഹങ്ങൾ തന്നെ മാറ്റിവെക്കുന്നവർ, കുട്ടികളുടെ മറ്റു പല ആവശ്യങ്ങളിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ, കുടുംബജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരു ജോലി കേരളത്തിൽ നേടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കേരളത്തിന്റെ മണ്ണിൽ പരിശീലനം നേടുന്നവർ, ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് അവർ ദീർഘകാലം 8 വർഷം 9 വർഷം 10 വർഷക്കാലം പരിശീലനം നേടിയിട്ടാണ് PSC നടത്തുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ലിസ്റ്റിലേക്ക് ഇടം നേടുന്നത്. പരീക്ഷയുടെ ലിസ്റ്റിൽ വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതീക്ഷ 5 വർഷത്തിനിടയ്ക്കിലെങ്കിലും ആ ലിസ്റ്റിൽ നിന്നൊരു തൊഴിൽ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുമായി പിന്നെ അവർ കാത്തിരിക്കുകയാണ്. പല സ്വപ്നങ്ങളും അവർ നെയ്തുകൂട്ടുകയാണ്. അതുവരെ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഭരണകൂടങ്ങൾ കാട്ടിക്കൂട്ടുന്ന ക്രമക്കേടുകളുടെ ഭാഗമായി കേരളത്തിലെ യുവതീയുവാക്കൾ ഇന്ന് ഇരകളായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം നിത്യേന എന്നോണം ഇപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തു കേസിലെ പ്രതികൾ PSC പോലീസ് റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കും 8ാം റാങ്കും ഒക്കെ നേടുന്നത് നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ് പുറത്തു വന്നത്? കത്തിക്കുത്തു കേസിലെ പ്രതിയെ പിടിക്കാൻ പോലീസുകാർ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ PSCയുടെ ഉത്തരക്കടലാസ് ആ ശരത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടിയ ചോദ്യപേപ്പറിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഉത്തരക്കടലാസ് വീടുകളിൽ കിട്ടുന്നു. അങ്ങനെ ഒരു ക്രമക്കേട് പുറത്തു വന്നു. അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. ഇതോടുകൂടി PSC ശുദ്ധീകരിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടന്നതാണ്. വലിയ അന്വേഷണങ്ങൾക്ക് കോപ്പ് കൂട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിൽ നിന്നെല്ലാം വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം PSCയുടെ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്നവർ PSCയെ നന്നായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അതിനുള്ളിലേക്ക് കടന്നു വന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരികൾ അതിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിയിരിക്കുകയാണ്. PSCയിൽ പഠിച്ച് തൊഴിൽ തേടുമെന്ന് പറഞ്ഞ് ലിസ്റ്റിൽ വന്ന് കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളെ മുഴുവൻ വഞ്ചിച്ച് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും തൊഴിൽ കൊടുക്കാനുള്ള ഒരു കേന്ദ്രമാക്കി PSCയെ അവർ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പുറത്തു വരുന്ന വാർത്ത, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് PSCയിൽ തൊഴിൽ നിയമനം കിട്ടുന്നതിന് വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിന്റെ ഓപ്ഷനായി മുഴുവൻ B ആണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുന്നു.
ആ പരീക്ഷ നടത്തുമ്പോൾ ആ പരീക്ഷയിലെ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ബി ആയി മാത്രം മാർക്ക് ചെയ്യപ്പെടുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ 53 ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി മാത്രമായി മാറുന്നു. ആ ഓപ്ഷൻ ബി സ്വന്തക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കയറ്റാനുള്ള സാഹചര്യം നടത്തുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പരീക്ഷ നടത്തുമ്പോൾ ആ പരീക്ഷ എഴുതിയ പരീക്ഷയുടെ ഭാഗമായി തൊഴിൽ ലഭ്യമായ 42 പേരിൽ 30-ലധികം പേരും ഒരു കോളേജിലെ SFIയുടെ ആളുകളായി മാറി തിരികെ കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും ഒരു സംരംഭമോ തൊഴിൽ സാധ്യതയോ തേടി പോകാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലില്ല. നമ്മുടെ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളുടെ വലിയ സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ ഇല്ല. സാധാരണക്കാരന്റെ ആശ്രയമായ PSCയിൽ സ്വജനപക്ഷപാതത്തിന്റെ അങ്ങേയറ്റമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, ആശങ്കകൾ, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനെതിരെ ഒരു അന്വേഷണം കൃത്യതയോടുകൂടി നടപ്പിലാക്കണം എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം. അന്വേഷണം നടത്തുന്ന സമയത്ത് തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയവർ, തങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവർ ഞങ്ങൾക്ക് വേണ്ടി അന്വേഷണം കൂടി നടത്തിക്കോട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനു മുമ്പ് എന്താണോ LDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം അന്വേഷണങ്ങൾ നടപ്പിലാക്കിയത്, ആഭ്യന്തര അന്വേഷണങ്ങൾ നടപ്പിലാക്കിയത്, ആഭ്യന്തര അന്വേഷണം നടത്തുന്നത് കുറ്റക്കാരായിട്ടുള്ള PSCയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അധികാരികളെ രക്ഷപ്പെടുത്താനുള്ള നടപടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നമ്മൾ കാണുന്നത് അതേ ആഭ്യന്തര അന്വേഷണം തന്നെ മതി എന്ന നിലപാടിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, കേരളത്തിന്റെ ഭരണകൂടത്തോട് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് പബ്ലിക് സർവീസിന്റെ ഭാഗമായി നിയമിതനായ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ശമ്പളമായി കൊടുക്കുന്നു. ആ ശമ്പളമായി കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഡ്രൈവറുടെ ഭാര്യയെയും സ്വന്തം ആളുകളെയും തിരികെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യുവമോർച്ച കേരളത്തിൽ നേതൃത്വം കൊടുക്കും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. അത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയും വേണം. അതോടൊപ്പം ഇതിന് ധാർമ്മികതയെല്ലാം ഏറ്റെടുത്ത് കുറ്റക്കാരന്മാരായ കള്ളന്മാരായ PSCയുടെ അംഗങ്ങൾ രാജിവെച്ച് പുറത്തു നിന്ന് അന്വേഷണം നേടണം. അവർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളിലൂടെ അവരെ പുറത്താക്കാൻ ഒരു ഭരണകൂടം തയ്യാറാകണം. ഭരണകൂടത്തിന്റെ വിശ്വാസ്യത അങ്ങേയറ്റം തുലാസിൽ നിൽക്കുന്ന സാഹചര്യമാണ്. PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും ഇവർ കട്ടുപിടിച്ചു കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തിരിച്ചു പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേരളത്തിനുണ്ട്. PSCയുടെ വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട നടപടികളിലേക്ക് ഗവൺമെന്റ് വരണം. അതോടൊപ്പം തന്നെ PSCയെ കളങ്കപ്പെടുത്തി PSCയെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന് ഈ കൂട്ടർ രാജിവെക്കുന്നത് വരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് യുവമോർച്ച നേതൃത്വം നൽകും, സമരപരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള നടപടികൾക്ക് യുവമോർച്ച നേതൃത്വം നൽകും. ഇനി PSCയിൽ നിയമനം നടത്തുമ്പോൾ സ്വന്തം രാഷ്ട്രീയക്കാരെയും സ്വന്തം കൂട്ടുമുന്നണിയിലെ ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കാനുള്ള ഒരു പോസ്റ്റായി PSCയിലെ പോസ്റ്റുകൾ മാറാൻ പാടില്ല. അത് കേരളത്തിലെ യുവജനങ്ങളുടെയും കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷയുടെ കേന്ദ്രമാണ്. ആ പ്രതീക്ഷയുടെ കേന്ദ്രം രാഷ്ട്രീയക്കാരായിട്ടുള്ള സ്വന്തം പാർട്ടിക്കാർക്ക് വീതം വെച്ചു കൊടുക്കാനുള്ള ഒരു പോസ്റ്റ് മാത്രമായി PSCയുടെ അധികാരികളുടെ പോസ്റ്റ് മാറാതിരിക്കാൻ ഈ ഭരണകൂടം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ കൂടി പോയാൽ അതുകൂടി ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. സുതാര്യമായ കൃത്യനിർവഹണമായ ഒരു സംവിധാനത്തിലൂടെ PSCയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്ക് ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ PSCയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ രാജിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. സ്വമേധയെ അവർ രാജിവെച്ചുകൊണ്ട് വേണം ഈ അന്വേഷണം നേരിടേണ്ടതെന്ന് കൂടി യുവമോർച്ച ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു. കാണേണ്ടി വന്നാൽ കാണുന്നതിന് മടിയില്ല. അല്ല, തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇവര് തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. PSCയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയത്തിൽ PSC കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനും അത് PSCയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പ്രമേയത്തിന്റെ ഭാഗമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ UDFനും അതിനോട് താല്പര്യമില്ല. അത് പറ്റില്ല എന്നാണ് നിയമസഭയ്ക്കകത്ത് വരെ അവർ പറയുന്നത്. BJPയുടെ MLA ആണ് നിയമസഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് കേരളത്തിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രമേയമായി അവതരിപ്പിക്കണം, അതിൽ ഉൾപ്പെടുത്തണം, പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇടതുപക്ഷവും പറയുന്നത് അത് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ UDFും പറയുന്നത് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവർ തമ്മിലൊരു അന്തർധാര സജീവമാണ്. അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരള നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്നത് പൂർണ്ണമായും UDFന്റെ ആളുകളായിരുന്നു. ഭരണപക്ഷത്തിരുന്നത് LDFന്റെ ആളുകളായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ UDF മാത്രമല്ല
BJPയുടെ MLA-മാർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. നാളെ മുതൽ ഞങ്ങൾ പ്രക്ഷോഭരംഗത്തായി. PSCയിലെ തട്ടിപ്പുകളെക്കുറിച്ച് പൂർണ്ണമായും സ്വതന്ത്രമായ അന്വേഷണം പ്രഖ്യാപിക്കുക, സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള കുറ്റക്കാർ ഉടനടി രാജിവെക്കുക എന്നീ ആവശ്യങ്ങളാണ് യുവമോർച്ച പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഈ അഴിമതികൾ നിയമസഭയിൽ ഔദ്യോഗിക പ്രമേയമായി കൊണ്ടുവരാൻ BJP MLA ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ഒന്നിച്ചു തോൽപ്പിച്ച LDF UDF മുന്നണികളുടെ അന്തർധാരയും ഒത്തുകളിയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും മനുപ്രസാദ് ഓർമ്മിപ്പിച്ചു. ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിനും കുറ്റക്കാരായ അധികാരികളെ പുറത്താക്കുന്നത് വരെയും നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ അരങ്ങേറുമെന്നും V. മനുപ്രസാദ് അറിയിച്ചു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.